മൂന്നാറിൽ വെച്ച് ആക്രമണം നേരിട്ട വിനോദസഞ്ചാരികളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുവെന്ന പരാതി. വിനോദസഞ്ചാരികളെത്തിയ ടൂറിസ്റ്റ് ബസ് മൂന്നാറിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഭീഷണി. തേനി ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തമിഴ്നാട് കുരങ്ങിണി പോലീസ് വർക്കല സ്വദേശികളുടെ പരാതിയിൽ കേസെടുത്തത്. ടോപ്പ് സ്റ്റേഷനിൽ കടകൾ നടത്തുന്നവരും ടാക്സി ഡ്രൈവർമാരുമാണ് മർദ്ദിച്ചത് എന്നാണ് സഞ്ചാരികളുടെ പരാതിയിൽ പറയുന്നത്. ടോപ്പ് സ്റ്റേഷനിലെ അവസ്ഥയാണ്. പാവം ബസ്സുകാരുടെ തോടെ കയറും, വണ്ടി അടിച്ച് പൊട്ടിക്കാൻ കമ്പെടുക്കുന്നു. രാഹുൽ സുരേഷിനോട് ചോദിക്കാൻ കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, നമുക്കറിയാം ഈ മൂന്നാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം സ്പോട്ടാണ്. നമ്മളെല്ലാം പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഒരു സീസൺ ടൈം കൂടിയാണ്. ധാരാളം വിനോദസഞ്ചാരികൾ അവിടേക്ക് എത്തുന്നുണ്ട്. അവിടെ കച്ചവടം നടത്തുന്ന അവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള ധാരാളം ആളുകളുടെ ഒരു വരുമാന സ്രോതസ് കൂടിയാണ് ഈ ഒരു വിനോദസഞ്ചാരം. ഒരു 80% ആളുകൾ വളരെ നല്ലവരായ മനുഷ്യർ നമ്മളൊക്കെ പോകുമ്പോൾ ഇരു കൈയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കുന്ന കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ അടുത്തായി സംഭവിക്കുന്ന ചില ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ, തുടർച്ചയായിട്ട് ആവർത്തിക്കുന്ന ചില മർദ്ദനങ്ങൾ, അത് നാട്ടുകാർ തന്നെയാണ് ചെയ്യുന്നത്. ചില ആളുകളാണ് ഇത് ചെയ്യുന്നത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇവരുടെ പ്രശ്നം? ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഷിഹാസ്, കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്നാറിന് സമീപമുള്ള ടോപ്പ് സ്റ്റേഷനിൽ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അതായത് റോഡിൽ വാഹനം പാർക്ക് ചെയ്തു, വാഹനം വഴിയിൽ നിർത്തിയ ആളുകളെ ഇറക്കി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ ഈ വാഹനത്തിനടുത്തേക്ക് പാഞ്ഞെടുക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന കാര്യം ഈ ടൂറിസ്റ്റ് ബസിന്റെ പേജിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ ടൂറിസ്റ്റ് ബസിന്റെ സമൂഹ മാധ്യമങ്ങളിലുള്ള പേജിൽ കയറിയ ശേഷം ഈ ഫോൺ നമ്പർ എടുക്കുകയും ഈ ഫോൺ നമ്പർ വിളിച്ച ശേഷം അസഫ്യം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഫോൺ റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അത്രയ്ക്ക് അസഹനീയമായ രീതിയിലാണ് അസഫ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തിന് നിങ്ങൾ പരാതി നൽകി? ഇനി ഈ വാഹനം മൂന്നാറിലേക്ക് കടത്തിവിടില്ല, എത്തിയിട്ടുണ്ടെങ്കിൽ വാഹനം ആക്രമിക്കും എന്ന രീതിയിലുള്ള സംസാരമാണ് ഇതിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊരങ്ങണി പോലീസ്, തമിഴ്നാട് പോലീസിന്റെ ഭാഗമായിട്ടുള്ള കൊരങ്ങണി സ്റ്റേഷനിൽ എത്തി ഇവർ പരാതി നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇന്നലെ അവർ നേരിട്ടെത്തിയപ്പോൾ പരാതി സ്വീകരിക്കാനാകില്ല എന്ന വിചിത്രവാദമാണ് പോലീസ് നൽകുകയും ചെയ്തത്. പിന്നീട് തേനി ജില്ലാ കളക്ടർക്ക് നേരിട്ട് പരാതി നൽകിയ ശേഷമാണ് പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിനോദസഞ്ചാരികളെ അനുകൂലിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുകയും ചെയ്യുന്നത്. അപ്പോഴും ഈ മൂന്നാറിലെ ഒരു വിഭാഗം ആളുകൾ, ഷിഹാസ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 20% ആളുകൾ ഇപ്പോഴും അസഭ്യം പറഞ്ഞുകൊണ്ട് ഈ ഫോണിലേക്ക് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആളുകൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ടൂറിസം സീസൺ കൂടിയാണ്, അവധിക്കാലമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മൂന്നാറിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എത്താൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഒന്ന് മനസ്സ് മടിപ്പിക്കുന്ന പ്രവർത്തികളാണ് അടുത്ത കാലത്ത് മൂന്നാറിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകളും അസ്വസ്ഥരാണ്. തങ്ങളുടെ ടൂറിസം മേഖല അല്ലെങ്കിൽ തങ്ങളുടെ വരുമാനത്തെ ഇക്കാര്യങ്ങൾ, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ബാധിക്കുന്നു എന്ന കാര്യങ്ങൾ കൂടിയാണ് മൂന്നാറിലുള്ള ഭൂരിഭാഗം ആളുകളും പറയുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് രാഹുൽ സുരേഷ് പറഞ്ഞ പോലെ തന്നെ മൂന്നാറിനാകെ നാണക്കേടാണ്. നമ്മുടെ ടൂറിസം രംഗത്തിന് വലിയ തിരിച്ചടിയാണ്. സ്വന്തം കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന നടപടി കൂടിയാണ് ഇവിടുത്തെ ചില നാട്ടുകാർ, അതായത് ചില കടകൾ നടത്തുന്ന ആളുകളുണ്ട്, ടാക്സി ഡ്രൈവർമാരുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗം മൂന്നാർ സ്വദേശികളായിട്ടുള്ള ആളുകൾക്കും ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായൊരു ഇടപെടൽ ടൂറിസം വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് എത്രയും വേഗം ഉണ്ടാവട്ടെ.